11ാം നാളിലും ഊർജിത തെരച്ചിൽ. അർജുനെ ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തെരച്ചിൽ സംഘം. ഉത്തര കന്നഡയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. മന്ത്രിമാരായ AK ശശീന്ദ്രനും മുഹമ്മദ് റിയാസും ശിരൂരിലേക്ക്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സംഭവസ്ഥലത്തേക്ക് പോകുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് മലയാളത്തോട്. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധിക്കെതിരെയുള്ള റിവിഷൻ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുക. കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ വിധിക്കെതിരെ കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബു നൽകിയ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും. നിപ്പയിൽ മലപ്പുറത്തിന് ആശ്വാസം. ഇന്നലെ പരിശോധിച്ച 8 പേരുടെ ഫലങ്ങൾ നെഗറ്റീവ്. ഇതോടെ നെഗറ്റീവായ സാമ്പിളുകളുടെ എണ്ണം 66ആയി. സമ്പർക്ക പട്ടികയിലുള്ളത് 472 പേരിൽ 220 പേർ ഹൈറിസ്ക് പട്ടികയിൽ. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ ആരോഗ്യ പ്രവർത്തകരുടെ ഭവന സന്ദർശനവും പൂർത്തിയായി. വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം സ്ഥിരീകരിച്ചത് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ 3.5 വയസ്സുകാരന്. രോഗലക്ഷണങ്ങൾ കണ്ടത് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചതിന് ശേഷം. വെന്റിലേറ്ററിൽ കഴിയുന്ന കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ. പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന്. കർഷകർക്കുണ്ടായത് 41,85 ലക്ഷം രൂപയുടെ നഷ്ടം. സർക്കാർ അനുവദിച്ച 13 കോടിയിലധികം രൂപ അപര്യാപ്തമെന്ന് വിദഗ്ധ സമിതി. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിലയിരുത്തൽ അശാസ്ത്രീയമാണെന്നും പരാമർശം. കാർഗിലിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 1/4 നൂറ്റാണ്ട്. പാക് സൈന്യത്തിനെതിരെ ഇന്ത്യ നേടിയ ഐതിഹാസിക വിജയത്തിൽ വീരമൃത്യു വരിച്ചത് 500ഓളം സൈനികർ. പ്രധാനമന്ത്രി ദ്രാസിലെത്തി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കും. വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളുമായും കൂടിക്കാഴ്ച. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താൻ അനുമതി നൽകി ഡൽഹി ഹൈക്കോടതി. തിഹാർ ജയിലിൽ നിന്നും ഓൺലൈനായി നിയമജ്ഞരുമായി സംസാരിക്കാം. 2 തവണ ഓൺലൈൻ കൂടിക്കാഴ്ച നടത്താമെന്നും കോടതി ഉത്തരവ്. അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താൻ കൂടുതൽ അവസരം നൽകണമെന്ന കെജ്രിവാളിന്റെ ഹർജിയിൽ. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിൽ ഇന്ന് റെഡ് അലർട്ട്. ജനങ്ങളോട് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പോലീസ്. വ്യാഴാഴ്ച മാത്രം മുംബൈ നഗരത്തിൽ പെയ്തത് 44 മില്ലിമീറ്റർ മഴ. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. തമിനിഘട്ടിലും റായ്ഗഡ് പുനെ പാതയിലും മണ്ണിടിച്ചിൽ. കാലാവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ. ഡൽഹിയിലെ ദ്വാരക സെക്ടറിൽ നിർമ്മാണത്തിലിരുന്ന ആശുപത്രി കെട്ടിടത്തിന്റെ അടിത്തറ തകർന്നു വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. 8 പേർക്ക് പരിക്ക്. നിർമ്മാണ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ ഡൽഹി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിഷയത്തിൽ മിണ്ടാതിരിക്കാനാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ്. യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായെന്നും കമല ഹാരിസ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സമാധാന കരാറിലെത്തണമെന്ന് ആവശ്യപ്പെട്ടതായും കമല. നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കമല ഹാരിസിന്റെ പ്രതികരണം. വനിതാ ഏഷ്യ കപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട ഇന്ത്യ. സെമിയിൽ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. മത്സരം ഉച്ചയ്ക്ക് 2 മണി മുതൽ. ശ്രീലങ്കയ്ക്ക് പാകിസ്ഥാൻ എതിരാളികൾ.
ഇന്ത്യയ്ക്ക് ഉജ്ജ്വല തുടക്കം. അമ്പെയ്ത്തിൽ പുരുഷ വനിതാ ടീമുകൾ ക്വാർട്ടറിൽ. യോഗ്യതാ റൗണ്ടിൽ മിക്സഡ് ടീമിന് 5-ാം സ്ഥാനം. പുരുഷ താരങ്ങളിൽ 4-ാമതെത്തി ധീരജ്. വനിതകളിൽ ലോക റെക്കോർഡ് നേട്ടവുമായി ദക്ഷിണ കൊറിയൻ താരം. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് ആശംസ നേർന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ്. മികച്ച പ്രകടനം നടത്തുക, നമ്മൾ അർഹിക്കുന്ന മെഡലുകൾ നേടാൻ സാധിക്കുമെന്നും ഹർഭജൻ സിംഗ്. പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ റെക്കോർഡ് ദക്ഷിണ കൊറിയൻ താരത്തിന്. അമ്പെയ്ത്ത് വ്യക്തിഗത ഇനത്തിൽ ലിം സിഹിയോൺ റെക്കോർഡിട്ടത് 694 പോയിന്റുമായി. ആദ്യ ഒളിമ്പിക്സിൽ നേട്ടത്തിലെത്തി 21-കാരി. കൊറിയ ലക്ഷ്യമിടുന്നത് തുടർച്ചയായ 10-ാം സ്വർണം. ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിലേക്ക് വരണമെന്ന് മുൻ പാകിസ്ഥാൻ താരം ഷോയബ് മാലിക്. കായിക രംഗത്ത് രാഷ്ട്രീയം വരരുത്, ഇന്ത്യൻ ടീമിനായി മികച്ച സ്വീകരണം ഒരുക്കുമെന്നും ഷോയബ് മാലിക്. ISL-ലെ സൂപ്പർ പരിശീലകൻ അന്റോണിയോ ലോപ്പസ് ഹെബാസ് ഇന്റർ കാശിയിൽ. ഐ ലീഗ് ക്ലബ്ബുമായി കരാറിലെത്തി. ATKയ്ക്ക് 2 ISL കിരീടവും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് കഴിഞ്ഞ സീസണിൽ വിന്നേഴ്സ് ഷീൽഡും സമ്മാനിച്ച പരിശീലകൻ. കപ്പിനിടെയുണ്ടായ വംശീയ അധിക്ഷേപത്തിൽ 7 രാജ്യങ്ങൾക്കെതിരെ നടപടിയുമായി യുവേഫ. ക്രൊയേഷ്യയ്ക്ക് 50,000 യൂറോ പിഴ ശിക്ഷ. അൽബേനിയ 30,000 യൂറോ പിഴയൊടുക്കണം. റൊമാനിയ, സെർബിയ, സ്ലൊവേനിയ, ഹംഗറി, ഓസ്ട്രിയ രാജ്യങ്ങൾക്കും പിഴ. നടപടിയെടുത്തത് ആരാധകർ വംശീയ അധിക്ഷേപം നടത്തിയതിനാൽ. ബാഴ്സലോണയുടെ യുവതാരങ്ങളിലേറെ പ്രതീക്ഷയെന്ന് പുതിയ പരിശീലകൻ ഹൻസി ഫ്ലിക്ക്. ലാമിൻ യമാലിന്റെയും അൻസു ഫാറ്റിന്റെയും മികവ് ടീമിന് കരുത്ത്. യമാൽ യൂറോ കപ്പിൽ നടത്തിയത് അവിശ്വസനീയ പ്രകടനമെന്നും കോച്ച്. ഫ്ലിക്ക് ബാഴ്സലോണയിലെത്തിയത് സാവിയുടെ പകരക്കാരനായി. ഇന്ത്യക്കെതിരായ 2020 പരമ്പരയ്ക്കൊരുങ്ങുന്ന ശ്രീലങ്കയ്ക്ക് തിരിച്ചടി. പേസർ നുവാൻ തുഷാര പരിക്കേറ്റ് പുറത്ത്. ദിൽഷൻ മധുൻഷക പകരക്കാരൻ. ശ്രീലങ്കൻ ടീമിൽ നിന്ന് ഒരാഴ്ചക്കിടെ പരിക്കേറ്റ് പുറത്താകുന്ന 2ാമത്തെ താരം. നീറ്റ് പരീക്ഷയുടെ പുതുക്കിയ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. പുറത്തുവിടുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം. ഇന്നലെ NTA വെബ്സൈറ്റിൽ പുതുക്കിയ സ്കോർ ബോർഡ് പരിശോധിക്കാനുള്ള ലിങ്ക് പ്രസിദ്ധീകരിച്ചത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചെന്ന് പ്രചരിച്ച വാർത്ത ശരിയല്ലെന്ന് NTA അധികൃതർ. പുനഃപരീക്ഷ എഴുതിയ 1500 വിദ്യാർത്ഥികളുടെ സ്കോർ പരിശോധിക്കാനുള്ളതായിരുന്നു ഈ ലിങ്ക്. മലിവാളിനെ ആക്രമിച്ച കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ബിഭവ് കുമാർ സുപ്രീം കോടതിയിൽ. ബിഭവ് കുമാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി നടപടിക്കെതിരെ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഓഗസ്റ്റ് 8 വരെ നീട്ടി. കോടതി നടപടി CBI രജിസ്റ്റർ ചെയ്ത കേസിൽ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് വീണ്ടും കസ്റ്റഡി നീട്ടിയത്.
സൈബർ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസ് 2023 OTP തട്ടിപ്പ് കേസിൽ വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ കൈക്കൂലി വാങ്ങിയതിൽ കേസ് ഒത്തുതീർപ്പാക്കാൻ 40 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും വിദ്യാർത്ഥി വിജിലൻസ് പോലീസ് കേസെടുത്തത് സബ് ഇൻസ്പെക്ടർ ബ്രിജേഷ് വേധു, ഹെഡ് കോൺസ്റ്റബിൾ സതീഷ് കുമാർ, ഹെഡ് കോൺസ്റ്റബിൾ അനിൽ യാദവ് എന്നിവർക്കെതിരെ. രാഷ്ട്രപതി ഭവനിലും പേരുമാറ്റം. 2 പ്രധാന ഹാളുകളായ ദർബാർ ഹാള് ഗണതന്ത്ര മണ്ഡപമെന്നും അശോക ഹാള് അശോക മണ്ഡപമെന്നും പുനർനാമകരണം ചെയ്തു. രാഷ്ട്രപതി ഭവന്റെ അന്തരീക്ഷം ഇന്ത്യൻ സംസ്കാരവും മൂല്യങ്ങളും പ്രതിഫലിക്കുന്ന തരത്തിൽ മാറ്റുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് രാഷ്ട്രപതി. അശോക ഹാളിനെ അശോക് മണ്ഡപം എന്ന് പുനർനാമകരണം ചെയ്യുന്നത് ഭാഷയിലെ സമാനത നിലനിർത്താനെന്നും വിശദീകരണം. പഞ്ചാബിലെ മൊഹാലിയിൽ വാഹനം തട്ടിയെടുത്ത കേസിൽ ഒരു അഗ്നിവീർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. വാഹനം തട്ടിയെടുത്തത് ഉടമയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി. ബുക്കിംഗ് ആപ്പ് വഴി ബുക്ക് ചെയ്ത വാഹനം മൂവരും ചേർന്ന് ബലം പ്രയോഗിച്ച് തട്ടിയെടുക്കുകയായിരുന്നെന്നും പോലീസ്. അറസ്റ്റിലായത് അവധിക്ക് നാട്ടിലെത്തിയ അഗ്നിവീർ ഇഷ്മീത് സിംഗ്, പ്രപ്രീത് സിംഗ്, ബാൽകരൺ സിംഗ് എന്നിവർ. ഖനികൾക്കും ധാതുക്കൾക്കും മേൽ നികുതി ചുമത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം. നിർണായക വിധിയുമായി സുപ്രീം കോടതി. 9-അംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ചത് ഭൂരിപക്ഷ വിധി. വേർതിരിച്ചെടുക്കുന്ന ധാതുവിന് നൽകേണ്ട റോയൽറ്റി നികുതിയില്ലെന്നും കോടതി. 1989 7-അംഗ ബെഞ്ചിന്റെ വിധി സുപ്രീം കോടതി അസ്ഥിരപ്പെടുത്തി. ഹരിയാനയിൽ ഡോക്ടർമാരുടെ സമരത്തിൽ വലഞ്ഞ സർക്കാർ ആശുപത്രികൾ. അനിശ്ചിതകാല നിരാഹാര സമരം പഞ്ച്കുളയിലെ ഹെൽത്ത് സർവീസസ് ഡയറക്ടർ ജനറലിന്റെ ഓഫീസിന് മുന്നിൽ. സിവിൽ മെഡിക്കൽ സർവീസസ് അസോസിയേഷന്റെ സമരം ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാത്തതിൽ പ്രതിഷേധിച്ച സമരം രോഗികളിൽ ഉണ്ടാക്കുന്ന ആഘാതം പരിഗണിക്കണമെന്ന സർക്കാർ. ഉദ്ധവ് താക്കറെയെ പ്രതിയാക്കാൻ ദേവേന്ദ്ര ഫട്നാവിസ് സമ്മർദ്ദം ചെലുത്തിയതായി മുൻ മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖ്. താക്കറെയ്ക്കെതിരെ തെറ്റായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തി. തനിക്കെതിരായ അന്വേഷണം നിർത്തിവെക്കാമെന്ന വാഗ്ദാനം നൽകിയതായും ദേശ്മുഖ്. എന്നാൽ താക്കറെയ്ക്കെതിരെ ദേശ്മുഖ് നടത്തിയ പരാമർശങ്ങളുടെ നിരവധി ഓഡിയോ വീഡിയോ ക്ലിപ്പുകൾ തന്റെ പക്കലുണ്ടെന്ന് ഫട്നാവിസിന്റെ മറുപടി. ഡൽഹിയിൽ AAPക്ക് പുതിയ ഓഫീസ്. സെൻട്രൽ ഡൽഹിയിൽ പുതിയ ഓഫീസിനുള്ള സ്ഥലം അനുവദിച്ചു കേന്ദ്ര സർക്കാർ. യൂട്ടൺസ് ഡൽഹി പ്രദേശത്തെ പുതിയ ഓഫീസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം. ബംഗ്ലാവ് നമ്പർ 1 പണ്ഡിറ്റ് രവിശങ്കർ ശുക്ല ലെയിൻ എന്നാണ് പുതിയ മേൽവിലാസം. നടി മമത കുൽക്കർണിക്കെതിരായ മയക്കുമരുന്ന് കേസ് റദ്ദാക്കണമെന്ന് ബോംബെ ഹൈക്കോടതി. FIR റദ്ദാക്കാനുള്ള കോടതി നടപടി മതിയായ തെളിവുകളുടെ അഭാവത്തിൽ. 2016 കേസ് റദ്ദാക്കണമെന്ന മമതയുടെ ഹർജി അനുവദിക്കുമെന്ന് വ്യക്തമാക്കി കോടതി. മയക്കുമരുന്ന് കുംഭകോണത്തിൽ തന്നെ ബലിയാടാക്കിയെന്ന് നടി കോടതിയിൽ. മമതയും ഭർത്താവ് വിക്കി ഗോസ്വാമിയും പ്രതികളായത് സോളാപുരിയിൽ നിന്ന് 2000 കോടി രൂപ വില വരുന്ന എഫിഡ്രൈൻ ലഹരിമരുന്ന് പിടികൂടിയ കേസിൽ. കേസിന്റെ
വിചാരണയ്ക്ക് വർഷങ്ങളായി ഹാജരായില്ല. മധ്യപ്രദേശ് പോലീസിന് 1 ലക്ഷം രൂപ പിഴ ചുമത്തി ഹൈക്കോടതി. നടപടി വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ 12 വർഷത്തിലേറെയായി പോലീസ് ഉദ്യോഗസ്ഥർ ഹാജരാകാത്തതിൽ. മകൻ മരിച്ചത് പോലീസിന്റെ വ്യാജ ഏറ്റുമുട്ടലിലെന്ന് ആരോപിച്ച് കോടതിയെ സമീപിച്ച പരാതിക്കാരി രോഗബാധിതയായി മരിച്ച ശേഷമാണ് നടപടി. പരാതി നൽകിയത് SHO അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ. തായ്വാനിലും ദുരന്തം വിതച്ച ഗേമി ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റിൽപ്പെട്ട ഫിലിപ്പീൻസ് ടാങ്കറിൽ നിന്നും കടലിലേക്ക് 1.4 മില്യൺ ലിറ്റർ എണ്ണ ചോർന്നു. എണ്ണ ടാങ്കർ മുങ്ങി, 1 മരണം, 16 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. കൊടുങ്കാറ്റിന്റെ പ്രഭാവം മൂലമുണ്ടായ പേമാരിയിൽ ഫിലിപ്പീൻസിൽ 22 പേർ മരിച്ചു. ഗേമി ചുഴലിക്കാറ്റിൽ ചൈനയിൽ മണ്ണിടിച്ചിൽ, തായ്വാനിൽ 3 മരണം. 1,50,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. തായ്വാൻ തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങി, 9 ജീവനക്കാരെ കാണാതെയായി. സൗദിയെ പച്ച പുതപ്പിക്കാനുള്ള കണ്ടൽ തൈ നടീൽ പദ്ധതിക്ക് തുടക്കം. ഇതിനായി നടുന്നത് 130 കോടി കണ്ടൽ തൈകൾ. പ്രാരംഭഘട്ടത്തിൽ തൈകൾ നടുന്നത് ജിസാൻ, മക്ക, മദീന, തബൂക്ക്, അസിർ, ഷർഖിയ എന്നീ പ്രദേശങ്ങളിൽ. തീരദേശ പരിസ്ഥിതിയെ ഹരിതവത്കരിക്കുക, മരുഭൂകരണം കുറയ്ക്കുക എന്നിങ്ങനെയുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടാണ് കണ്ടൽ തൈകൾ നടുന്നത്. ടിക്കറ്റുകൾ പ്രഖ്യാപിച്ച് ഒമാൻ ബജറ്റ് വിമാന കമ്പനി സലാം എയർ. ആഭ്യന്തര രാജ്യാന്തര സെക്ടറുകളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ 19 ഒമാനി റിയാൽ മുതൽ. കേരള സെക്ടറിലും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ പ്രഖ്യാപിച്ച കമ്പനി. കോഴിക്കോട്ടേക്കും ഇന്ത്യയിലെ മറ്റു സെക്ടറുകളായ ഡൽഹി, ജയ്പൂർ, ലക്നൌ എന്നിവിടങ്ങളിലേക്കും 25 റിയാലാണ് നിരക്ക്. പ്രവേശന കേന്ദ്രങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്രക്കാർ കയ്യിലുള്ള കറൻസികൾ, ലോഹങ്ങൾ, രത്നങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ്. 60,000 ദിർഹമിന് മുകളിൽ മൂല്യമുള്ള കറൻസികൾ, ആഭരണങ്ങൾ എന്നിവ വെളിപ്പെടുത്താതിരിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റകൃത്യമാണെന്നും മുന്നറിയിപ്പ്. ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് മുന്നറിയിപ്പ് നൽകിയത്. അവസാന വാരത്തോടെ കുവൈറ്റിൽ താപനില ഏറ്റവും ഉയർന്ന നിലയിലെത്തും. മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ്. ഇന്നലെ കുവൈറ്റിലെ കൂടിയ താപനില 50 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ തട്ടിപ്പ് വ്യാപകം. ലുലുവിന്റെ 18ാം വാർഷികവുമായി ബന്ധപ്പെട്ട് 500 ദിർഹം വിലയുള്ള ഷോപ്പിംഗ് വൗച്ചറുകൾ നേടാനാകുമെന്ന തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ. ഇതിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആവശ്യപ്പെട്ടും തട്ടിപ്പ്. തെറ്റായ പ്രചരണമാണ് നടക്കുന്നതെന്ന് അറിയിച്ച് പോലീസിൽ പരാതി നൽകി ലുലു ഗ്രൂപ്പ്. ആപ്പിൾ മാപ്പിന്റെ ബീറ്റ വെർഷൻ അവതരിപ്പിച്ച കമ്പനി. ലഭ്യമാകുന്നത് മൊബൈൽ വെർഷനിൽ ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളും ഇനി വെബ് വെർഷനിലും ലഭ്യമാണ്. വാഹനം ഓടിക്കുന്നതിനും നടക്കുന്നതിനും വഴി കാണിക്കുന്നതിനും ചിത്രങ്ങൾ, റേറ്റിംഗ്, റിവ്യൂ തുടങ്ങിയ മാപ്പിംഗ് സംവിധാനങ്ങൾ ലഭ്യമാണ്. എന്നാൽ മൊബൈൽ ബ്രൗസറുകളിൽ ആപ്പിൾ മാപ്പ് ലഭ്യമല്ല. മെറ്റ എഐയിൽ ഹിന്ദി കൂടി ഉൾപ്പെടുത്തി. ഇതോടെ ഇനി മുതൽ വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, മെസഞ്ചർ, ഫേസ്ബുക്ക് ഉൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലെ മെറ്റ എഐയിൽ ഇനി മുതൽ ഹിന്ദിയിലും ചാറ്റ് ചെയ്യാം. എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുന്നതിനും പുതിയ ഫീച്ചറുകൾ ഉൾപ്പെടുത്തുന്നതിനുമായി 2 ആഴ്ച കൂടുമ്പോൾ മെറ്റ എഐ അപ്ഡേറ്റ് ചെയ്യാറുണ്ടെന്നും മെറ്റ സൂചിപ്പിച്ചു. ഇതോടൊപ്പം അർജന്റീന, ചിലി, കൊളംബിയ, ഇക്വഡോർ, മെക്സിക്കോ, പെറു, കാമറൂൺ എന്നീ രാജ്യങ്ങളിലും മെറ്റ എഐയുടെ സേവനം ലഭ്യമാകും.
ഹോം സ്ക്രീൻ ഉൾപ്പെടെയുള്ള മാറ്റങ്ങളുമായി ആമസോൺ പ്രൈം. തടസ്സങ്ങളില്ലാത്ത സ്ട്രീമിംഗും കൂടുതൽ മെച്ചപ്പെട്ട യൂസർ ഇന്റർഫേസുമാണ് ആമസോൺ ലക്ഷ്യമിടുന്നത്. ഹോം, മൂവീസ്, TV ഷോകൾ, ലൈവ് TV എന്നീ മെനു ഓപ്ഷനുകൾ നാവിഗേഷൻ ബാറിലേക്ക് മാറ്റി. ആമസോൺ ബെഡ്റോക്ക് ജനറേറ്റീവ് AI സഹായത്തോടെ വ്യക്തിഗതമായ റെക്കമെൻഡേഷനുകൾ ലഭിക്കുന്ന സംവിധാനം, TV ഷോ, സിനിമ എന്നിവയെക്കുറിച്ചുള്ള ലളിതമായ സംഗ്രഹം, യൂസർ ഇന്റർഫേസ്, പുത്തൻ ആനിമേഷനും ലളിതമായ പേജ് ട്രാൻസിഷനുകളും സൂം ഇഫക്റ്റും ചേർത്ത് രൂപമാറ്റം എന്നിങ്ങനെയുള്ള മാറ്റങ്ങളാണ് വരുത്തിയത്. എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള അമേരിക്കയുടെ അനുമതി നേടി റിലയൻസിന് പുറമെ ONGCയും അനുമതിക്കായി അമേരിക്കയെ സമീപിച്ചു. നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, HPCL, മിത്തൽ എനർജി എന്നിവരാണ് വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. പേര് മാറ്റി ദക്ഷിണാഫ്രിക്കയിൽ അവതരിപ്പിച്ച് കമ്പനി. ടേസർ ദക്ഷിണാഫ്രിക്കയിൽ ഇറക്കുന്നത് സ്റ്റാർലെറ്റ് ക്രോസ് എന്ന പേരിൽ. പേര് മാറ്റിയത് ടൊയോട്ടോ ഗ്ലാൻസ സ്റ്റാർലെറ്റ് എന്ന പേരിൽ വിൽപ്പന നടത്തിയതിനാലാണെന്ന് കമ്പനി വിശദീകരണം. ടേസർ ദക്ഷിണാഫ്രിക്കയിൽ ലഭ്യമാകുന്നത് ഇന്ത്യയിൽ കിട്ടാത്ത ബ്ലാക്ക്, ബ്ലൂ എന്നീ 2 നിറങ്ങളിലും ലഭിക്കുമെന്ന് കമ്പനി. പുത്തൻ ഡസ്റ്റർ പുറത്തിറക്കി റെനോ. ടർക്കിഷ് പ്ലാന്റിൽ നിർമ്മിച്ച അടുത്ത തലമുറ ഡസ്റ്ററാണ് റെനോ പുറത്തിറക്കിയത്. 32 ലക്ഷം രൂപയാണ് വണ്ടിയുടെ വില. 2025ഓടെ പുത്തൻ ഡസ്റ്റർ ഇന്ത്യയിലും അവതരിപ്പിക്കും. ഡസ്റ്റർ ഇന്ത്യൻ വിപണിയിൽ മത്സരിക്കുന്നത് മാരുതി ഗ്രാൻഡ് വിറ്റാര, ഹോണ്ട എലിവേറ്റ്, സ്കോഡ കുഷാക് തുടങ്ങിയ മോഡലുകളുമായി. ക്യാൻസർ നിർണയത്തിൽ ഡോക്ടർമാരെക്കാൾ കൃത്യത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നൽകുന്നെന്ന് പഠനം. 84% കൃത്യതയോടെ AI ഉപകരണം പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ തിരിച്ചറിഞ്ഞതായി പഠനം നടത്തി കാലിഫോർണിയ സർവകലാശാല ഗവേഷകർ. ഡോക്ടർമാരിൽ ഇത് 67% മാത്രമെന്നും പഠനം. വിവിധ തരത്തിലുള്ള ക്ലിനിക്കൽ ഡാറ്റയെ അടിസ്ഥാനമാക്കി ക്യാൻസർ സാധ്യത കണ്ടെത്തിയത് അവൻഡ ഹെൽത്തിന്റെ അൺഫോൾഡ് AI. ഭാരത് 4G ഫോണുകളുടെ ഏറ്റവും പുതിയ മോഡൽ പുറത്തിറക്കി ജിയോ. വലിയ സ്ക്രീൻ, UPI ഇന്റഗ്രേഷൻ, ജിയോ ചാറ്റ് എന്നീ ഫീച്ചറുകൾ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1399 രൂപയാണ് ഫോണിന്റെ വില. കുറഞ്ഞ നിരക്കിൽ 4G ഫോണുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ജിയോ ഭാരത് സീരീസ് അവതരിപ്പിച്ചത്. BMW 5 സീരീസ് LWB സെഡാൻ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. 2 കളർ സ്കീമുകളിലും ഒരു പെട്രോൾ എഞ്ചിൻ ഓപ്ഷനിലുമാണ് BMW 5 സീരീസ് LWB സെഡാൻ ഇന്ത്യയിൽ വിപണിയിലെത്തിയിരിക്കുന്നത്. 72.90 ലക്ഷം രൂപയുടെ വാഹനത്തിന്റെ എക്സ് ഷോറൂം വില. BMW Motorrad CE04 ഇലക്ട്രിക് മോഡൽ ഇന്ത്യൻ വിപണിയിലെത്തി. ഈ വർഷം സെപ്റ്റംബർ മുതൽ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഡെലിവറി ആരംഭിക്കും. 14.90 ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ എക്സ് ഷോറൂം വില. മിനി കൂപ്പർ എസ് ഇന്ത്യൻ വിപണിയിലെത്തി. 3 ഡോർ സംവിധാനത്തോടു കൂടിയാണ് മിനി കൂപ്പർ എസ് എത്തുന്നത്. ഈ വർഷം സെപ്റ്റംബറിൽ തന്നെ കാറിന്റെ ഡെലിവറി ആരംഭിക്കാമെന്നാണ് കമ്പനി അറിയിച്ചത്. 44.90 ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ എക്സ് ഷോറൂം വില. ബാലിസ്റ്റിക് മിസൈൽ
പ്രതിരോധ സംവിധാനത്തിന്റെ രണ്ടാം ഘട്ടം വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. ടാർഗറ്റ് മിസൈൽ കണ്ടെത്തലും തടസ്സപ്പെടുത്തലും ഉൾപ്പെടെ എല്ലാ പരീക്ഷണ ലക്ഷ്യങ്ങളും ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം നിറവേറ്റും. ഇത് സമ്പൂർണ്ണ നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധ ആയുധ സംവിധാനത്തെ സാധൂകരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം. മിസൈൽ പ്രതിരോധ സംവിധാനം പരീക്ഷിച്ചത് ഒഡീഷയിലെ ചന്ദീപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ. ചന്ദ്രോപരിതലത്തിലെ മണ്ണിൽ ജലതന്മാത്രകൾ കണ്ടെത്തിയതായി ചൈനീസ് ഗവേഷകർ. 2020 ചാങ്യി 5 ദൗത്യം ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കാത്ത ചന്ദ്രന്റെ മറുഭാഗത്ത് നിന്നെത്തിച്ച മണ്ണിലാണ് ജലാംശം കണ്ടെത്തിയത്. 2009 ഇന്ത്യയുടെ ചന്ദ്രയാൻ 1 ബഹിരാകാശ പേടകം ചന്ദ്രന്റെ സൂര്യപ്രകാശമുള്ള പ്രദേശങ്ങളിൽ ഓക്സിജന്റെയും ഹൈഡ്രജൻ തന്മാത്രകളുടെയും രൂപത്തിൽ ജലാംശമുള്ള ധാതുക്കൾ കണ്ടെത്തിയിരുന്നു. KPCC യോഗത്തിൽ VD സതീശന് രൂക്ഷ വിമർശനം. പ്രതിപക്ഷ നേതാവ് സമാന്തര രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നേതാക്കളെ അറിയിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നു. ആഭ്യന്തര കാര്യങ്ങൾ വാർത്തയാക്കുന്നതിൽ പിന്നിൽ പ്രതിപക്ഷ നേതാവെന്ന് വിമർശനം. വാസുകിക്ക് വിദേശ സഹകരണത്തിന് ചുമതല നൽകിയതിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കേരളത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് ചീഫ് സെക്രട്ടറി വി വേണു. വാസുകിയെ നിയമിച്ചത് തെറ്റാണെന്നോ നിയമന ഉത്തരവ് പിൻവലിക്കാനോ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും വി വേണു. വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പിന് ശേഷമെന്നും വേണു. പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസ് പരിശോധന വ്യാജ കെട്ടിട നമ്പറിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഭക്ഷ്യവിതരണ വകുപ്പിന്റെ ഗോഡൌൺ പ്രവർത്തിക്കുന്നുവെന്ന പരാതിയിൽ കെട്ടിടത്തിന്റെ ലൈസൻസിനായി അപേക്ഷ പോലും സമർപ്പിച്ചിട്ടില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഗോഡൌൺ പ്രവർത്തിക്കുന്നത് 2008 പ്ലൈവുഡ് കമ്പനിക്ക് നൽകിയ അനുമതിയിൽ. മഞ്ഞപ്പിത്ത വ്യാപനത്തെ തുടർന്ന് മലപ്പുറം കൊണ്ടോട്ടി പുളിക്കൽ അരൂർ ANUP സ്കൂൾ ജൂലൈ 29 വരെ അടച്ചു. സ്കൂൾ അടച്ചത് ആരോഗ്യ വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും നിർദ്ദേശത്തെ തുടർന്ന്. മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് 59 വിദ്യാർത്ഥികൾക്ക്. രോഗബാധ കണ്ടെത്തിയത് കരടുകണ്ടം, പുതിയോടത്ത് പറമ്പ്, അരൂർ മേഖലകളിലെ കുട്ടികൾക്ക്. പ്രദേശം ക്ലസ്റ്ററുകളാക്കി തിരിച്ച് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കി. മണി ചെയിൻ തട്ടിപ്പ് കേസിൽ ലീഡർമാർ ഉൾപ്പെടെ 5 പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ്. തിങ്കളാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. നോട്ടീസ് നൽകിയത് ഹൈറിച്ച് OTT നിയന്ത്രിച്ചിരുന്ന 5 പേർക്ക്. ഹൈറിച്ച് നടത്തിയത് 3148 കോടി രൂപയുടെ തട്ടിപ്പെന്ന് EDയുടെ കണ്ടെത്തൽ. വൈക്കം വൈപ്പിൻപടിയിൽ ബേക്കറിയിലും വർക്ക്ഷോപ്പിലും മോഷണം നടത്തിയത് 4 പേരടങ്ങുന്ന കുട്ടികളുടെ സംഘം. ബേക്കറിയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളും വർക്ക്ഷോപ്പിൽ നിന്ന് യന്ത്രസാമഗ്രികളും മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ. 2 കടകളിൽ നിന്നുമായി നഷ്ടമായത് 15,000 രൂപയുടെ സാധനങ്ങൾ. അന്വേഷണം ആരംഭിച്ച വൈക്കം പോലീസ്. മുത്തുമാരിയിലെ കാട്ടാനകളെ തുരത്താൻ കുങ്കിയാന എത്തി. മുത്തങ്ങ ആനപ്പന്തിയിലെ കുങ്കിയാനയായ ഉണ്ണികൃഷ്ണനെയാണ് മുത്തുമാരിയിലെത്തിച്ചത്. ഉണ്ണികൃഷ്ണന് പുറമെ ഭരത് എന്ന കുങ്കിയാനയെ കൂടി എത്തിക്കാനും ശ്രമം. കുങ്കിയാനകളെ എത്തിക്കുന്നത് കാട്ടാനശല്യം രൂക്ഷമായതോടെ. സർവേയിൽ കേരളത്തിന് പ്രശംസ. അഭിനന്ദനം കുടുംബശ്രീ, വാട്ടർ, മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ.
തൊഴിലുറപ്പിൽ രാജ്യത്തിന്റെ കണ്ണു തുറപ്പിക്കുന്നതാണ് കേരളത്തിന്റെ കണക്കെന്നും റിപ്പോർട്ടിൽ പരാമർശം. കേരളത്തിലെ സ്ത്രീകൾക്ക് ശരീരഭാരം കൂടുന്നതായും റിപ്പോർട്ടിൽ മുന്നറിയിപ്പ്. ജനൽപാളികൾ കാണാതായ സംഭവത്തിൽ വിദ്യാർത്ഥികൾ ഫൈൻ അടയ്ക്കണമെന്ന കാലടി സംസ്കൃത സർവകലാശാലയുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം. കാണാതായത് സ്ലൈഡിംഗ് വിൻഡോകളിലെ 20ഓളം ജനൽപാളികൾ. പ്രതിഷേധത്തിന് കാരണം സർവകലാശാലയ്ക്കുണ്ടായ നഷ്ടം കണക്കാക്കി വിദ്യാർത്ഥികളിൽ നിന്ന് കോമൺ ഫൈൻ ഈടാക്കാനുള്ള വൈസ് ചാൻസലറുടെ നിർദ്ദേശം. ജനൽപാളികൾ കാണാതായതിന് കാരണം വിദ്യാർത്ഥികളാണെന്ന് കണ്ടെത്തുകയോ ഇത് സംബന്ധിച്ച് സർവകലാശാല അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ. ഉത്തരവിറക്കിയതിന് ശേഷമാണ് പോലീസിൽ പരാതി നൽകിയതെന്നും വിദ്യാർത്ഥികൾ. അഞ്ചൽ രാമഭദ്രൻ കൊലക്കേസിൽ 14 CPIM പ്രവർത്തകർ കുറ്റക്കാരെന്ന് തിരുവനന്തപുരം CBI കോടതി. തെളിഞ്ഞത് കൊലപാതകം, ഗൂഢാലോചന, ആയുധം കൈവശം വയ്ക്കൽ എന്നീ കുറ്റങ്ങൾ. ശിക്ഷ വിധിക്കുന്നത് ഈ മാസം 30-ന്. 2010 ഏപ്രിൽ 10-നാണ് വീടിനകത്ത് കയറി INTUC എരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് കാരണം രാഷ്ട്രീയ വൈരാഗ്യം. കോട്ടയം വെച്ചൂരിൽ വീട്ടുമുറ്റത്ത് കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ യുവാവ് പിടിയിൽ. വെച്ചൂർ സ്വദേശി ബിബിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. 3 അടിയോളം നീളമുള്ള 4 കഞ്ചാവ് ചെടികൾ എക്സൈസ് കണ്ടെത്തി. യുവാവ് വെള്ളവും വളവും നൽകി ചെടികൾ പരിപാലിച്ചതായും എക്സൈസ് അറിയിച്ചു. വീട്ടുമുറ്റത്ത് വേലി കെട്ടി തിരിച്ചായിരുന്നു കഞ്ചാവ് കൃഷി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മുട്ടിൽ മരമുറി കേസിൽ പോലീസ് റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ഹർജിയിൽ സർക്കാർ വിശദീകരണം തേടി ഹൈക്കോടതി. കേസിലെ പ്രതിയായ റോജി അഗസ്റ്റിൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. പട്ടയഭൂമിയിലെ മരങ്ങൾ സർക്കാരിൽ നിക്ഷിപ്തമാണോ എന്ന് അറിയിക്കാനും കോടതി നിർദ്ദേശം. 2020-ൽ മുട്ടിൽ സൗത്ത് വില്ലേജിൽ ഭൂമി പതിച്ചു കിട്ടിയ 41 ഭൂ ഉടമകളിൽ നിന്ന് അനധികൃതമായി മരങ്ങൾ മുറിച്ചു കടത്തിയ കേസിലാണ് ഹൈക്കോടതി നിർദ്ദേശം. പെരിയാറിലെ രാസമാലിന്യം പൊക്കാളി കൃഷിക്ക് ഭീഷണിയെന്ന് പൊക്കാളി നില വികസന ഏജൻസി. പെരിയാറിലെ രാസമാലിന്യം പൊക്കാളിയെ അജൈവ കൃഷിയാക്കുമോ എന്ന ആശങ്കയിൽ കർഷകർ. കൃഷി ഇറക്കിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ 9 പഞ്ചായത്തുകളിലെ 535.74 ഹെക്ടറിൽ. ഭീഷണിയിൽ കഴിയുന്നത് 150-ലേറെ പാടശേഖരങ്ങളിലായി 1445 കർഷകർ. വവ്വാൽ ശല്യത്തിൽ പൊറുതിമുട്ടി പാലാ രാമപുരം വെള്ളിലാപ്പള്ളിയിലെ കുടുംബങ്ങൾ. വവ്വാൽ കൂട്ടം പഴവർഗ്ഗങ്ങളും കൃഷിയും നശിപ്പിക്കുന്നത് പതിവ്. വവ്വാലിന്റെ എണ്ണം രൂക്ഷമായതോടെ നിപ്പ ഭീതിയും ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. പരാതി നൽകിയിട്ടും ആരോഗ്യവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം. പകർച്ചവ്യാധിക്കാലത്തും പ്രവർത്തനരഹിതമായി ഞാറയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ്. പാതി വഴിയിൽ നിർമ്മാണം നിലച്ച കെട്ടിടം ഇപ്പോൾ കാടുപിടിച്ച അവസ്ഥയിൽ. പല പ്രാവശ്യം MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ല. പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വാർഡിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും ആവശ്യം. തൃശൂർ ഇരിങ്ങാലക്കുട മാളയിൽ പ്രവർത്തിക്കുന്ന അനധികൃത ഫാമിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. സ്വകാര്യ വ്യക്തിയുടെ ഫാമിനെതിരെ പരാതി നൽകിയത് ആളൂർ സ്വദേശിനിയായ ലതാ സുരേഷ്. ഫാമിൽ നിന്നും പുറത്തേക്ക് വിടുന്ന മാലിന്യം മൂലം കിണറിലെ വെള്ളം ഉപയോഗശൂന്യമായെന്നാണ് പരാതി. വാളത്തൂർ ക്വാറിക്ക് ലൈസൻസ് പുതുക്കി നൽകിയ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിയിൽ പ്രതിഷേധം. ജൂലൈ 30-ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധ സമരം പ്രഖ്യാപിച്ച ക്വാറി വിരുദ്ധ സമരസമിതി. ലൈസൻസ് പുതുക്കി നൽകിയത് തഹസിൽദാരുടെ റിപ്പോർട്ടിനെ മറികടന്ന ലൈസൻസ് നൽകിയത് സെക്രട്ടറിയുടെ പ്രത്യേക താൽപര്യപ്രകാരമെന്ന ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ.
2023 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. കൽപ്പറ്റ നാരായണന്റെ തെരഞ്ഞെടുത്ത കവിതകൾ മികച്ച കവിതാ സമാഹാരമായും ഹരിത സാവിത്രിയുടെ സിൻ മികച്ച നോവലായും തിരഞ്ഞെടുത്തു. സാഹിത്യകാരന്മാരായ MR രാഘവ വാര്യർക്കും CL ജോസിനും വിശിഷ്ടാംഗത്വം. 11 പേർ പുരസ്കാരത്തിന് അർഹരായി. ആദിവാസി ഭവന തട്ടിപ്പ് കേസ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഭൂതിവഴിയൂരിലെ 7 ആദിവാസി കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിനുള്ള 13.62 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജിയാണ് തള്ളിയത്. ആദിവാസി പീഡന നിരോധന നിയമം നിലനിൽക്കില്ലെന്ന പ്രതികളുടെ വാദത്തിൽ വിചാരണ കോടതിക്ക് തീരുമാനമെടുക്കാമെന്നും ജസ്റ്റിസ് PG അജിത് കുമാർ വ്യക്തമാക്കി. തൃശൂർ ഗുരുവായൂരിൽ റിട്ടയേർഡ് ജഡ്ജിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങപ്പുറം ശാന്തിമഠം വില്ലയിൽ ഷാജിയാണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കം. 1.5 വർഷത്തോളമായി ഷാജി തനിച്ചാണ് താമസിച്ചിരുന്നത്. ഷാജിയെ അന്വേഷിച്ച് വീട്ടിലെത്തിയ സുഹൃത്താണ് സംഭവം പോലീസിനെ അറിയിച്ചത്. മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുനൽകി. അവസാനിച്ച സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ 18.25% വർധനവ് രേഖപ്പെടുത്തി ഫെഡറൽ ബാങ്ക്. 1009.53 കോടി രൂപ അറ്റദായവും ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പാദവാർഷിക അറ്റദായം. പ്രവർത്തന ലാഭത്തിലും ബാങ്ക് കൈവരിച്ചത് മികച്ച നേട്ടം. വയനാട് സുൽത്താൻ ബത്തേരിയിൽ തെരുവുനായ ആക്രമണത്തിൽ 8 പേർക്ക് പരിക്ക്. മാവാടി, മണിച്ചിറ, പൂമല, കല്ലുവയൽ എന്നിവിടങ്ങളിലാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റവരെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ബത്തേരി ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം. ഗവർണർ നിശ്ചയിച്ച വിദ്യാർത്ഥികളുടെ സെനറ്റ് അംഗത്വത്തിന് ഹൈക്കോടതി സ്റ്റേ നൽകിയില്ല. ആവശ്യം കോടതി നിരാകരിച്ചത് ജൂലൈ 29-ന് സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ. ഹർജിക്കാരെക്കാൾ യോഗ്യത കുറഞ്ഞവരാണ് പുതിയ പട്ടികയിലും ഇടം നേടിയതെന്നാണ് ഹർജിയിലെ ആക്ഷേപം. ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്നതെന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വ്യാപാരികളെ സംരക്ഷിക്കുന്നില്ല. ഓൺലൈൻ വ്യാപാര കോർപ്പറേറ്റുകൾക്ക് ഇളവുകൾ വാരിക്കോരി നൽകിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. കമ്പോളം ഉണർത്താനുള്ള ശ്രമങ്ങളിൽ നിന്നും ആരോപണം. സംസ്ഥാന സമ്മേളനവും തെരഞ്ഞെടുപ്പും ഞായറാഴ്ച ആലപ്പുഴയിൽ നടക്കും. ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും രാജു അപ്സര. ആമഴഞ്ചൻ തോട്ടിൽ ജീവൻ നഷ്ടപ്പെട്ട ക്രിസ്റ്റഫർ ജോയിയുടെ പേരിൽ ഹരിത ഭവനം അവാർഡ്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് തല ശുചിത്വ ശില്പശാലയാണ് അവാർഡ് നൽകുന്നത്. ജോയി സ്മാരക അവാർഡ് നൽകുക വീടുകളിലുണ്ടാകുന്ന മാലിന്യം ഏറ്റവും ശരിയായ നിലയിൽ സംസ്കരിക്കുന്ന കഞ്ഞിക്കുഴിയിലെ കുടുംബങ്ങൾക്ക് സ്വന്തം മാലിന്യം തന്റെ ഉത്തരവാദിത്വമാണെന്ന ബോധം വളർത്തുകയാണ് ലക്ഷ്യം. 1369 നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫലം തടഞ്ഞുവെച്ച് ആരോഗ്യ സർവകലാശാല. റിസൾട്ട് തടഞ്ഞത് അംഗീകാരമില്ലാത്തതിനാൽ. കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അംഗീകാരമില്ലാത്ത 24 നഴ്സിംഗ് കോളേജുകൾ. തടഞ്ഞുവെച്ചത് 2023-2024 അധ്യയന വർഷത്തിൽ ആരംഭിച്ച പുതിയ നഴ്സിംഗ് കോളേജുകളിലെയും സീറ്റ് വർധന നടത്തിയ കോളേജുകളിലെയും ഫലം. പ്രതിസന്ധിക്ക് കാരണം കോളേജുകൾ ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ അംഗീകാരം വേണമെന്ന നിബന്ധന പാലിക്കാത്തത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളിൽ നടപടിയെടുക്കാനൊരുങ്ങി സിയാൽ. പ്രചരിക്കുന്നത് തൊഴിൽ രഹിതരായവർക്കുള്ള സോളാർ ടെക്നീഷ്യൻ, ഹെൽത്ത് കെയർ എന്നീ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ
സിയാൽ നടത്തുന്നുവെന്നാണ് വ്യാജ പ്രചരണം. അത്തരത്തിൽ കോഴ്സുകൾ നടത്തുന്നില്ലെന്നും സിയാൽ. 24 വർഷങ്ങൾക്ക് ശേഷം മലയാള ചലച്ചിത്രം ദേവദൂതൻ ഇന്ന് വീണ്ടും റിലീസിനൊരുങ്ങുന്നു. റിലീസ് ചെയ്യുന്നത് സിബി മലയിലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി 2000 പ്രദർശനത്തിനെത്തിയ ചിത്രം എത്തുന്നത് കേരളത്തിലെ 56 തിയേറ്ററുകളിൽ. കേരളത്തിന് പുറമെ കോയമ്പത്തൂർ, ചെന്നൈ, മുംബൈ, ഹൈദരാബാദ്, ദില്ലി, മംഗളൂരു എന്നിവിടങ്ങളിലും ചിത്രം പ്രദർശിപ്പിക്കും. റാമിന്റെ ചിത്രീകരണത്തിനായി നിർമ്മാതാവിന്റെ സമ്മതത്തിനായി കാത്തിരിക്കുകയാണെന്ന് സംവിധായകൻ ജിത്തു ജോസഫ്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്നാണ് റാമിന്റെ ചിത്രീകരണം നിർത്തിവെച്ചത്. ജിത്തു ജോസഫിന്റെ കരിയറിലെ ഏറ്റവും ചിലവേറിയ ചിത്രമാണ് റാം. തന്റെ വസ്ത്രധാരണത്തെ വിമർശിച്ച ക്രിസ്ത്യൻ അസോസിയേഷനായ കാസയ്ക്ക് മറുപടിയുമായി നടി അമല പോൾ. തെറ്റായ ഒരു വസ്ത്രമാണ് താൻ ധരിച്ചതെന്ന് തോന്നുന്നില്ല. അത് എങ്ങനെ ഷൂട്ട് ചെയ്യണം, എങ്ങനെ കാണണമെന്നുള്ളത് തന്റെ നിയന്ത്രണത്തിലല്ല. അത് ക്യാമറയിലൂടെ കാണിച്ച വിധം അനുചിതമാകുമെന്നും അമല. പുതിയ ചിത്രം ലെവൽ ക്രോസിന്റെ വാർത്താ സമ്മേളനത്തിലാണ് നടിയുടെ പരാമർശം. ആഡംബര നൗകയ്ക്ക് തന്റെ പേര് നൽകി ആദരിച്ച സംഭവത്തിൽ പ്രതികരിച്ച് ആസിഫ് അലി. വാർത്തയിൽ ഏറെ സന്തോഷവും അഭിമാനവും, എന്നാൽ കുറച്ച് ഓവറായി പോയില്ലേ എന്നും സംശയം. ആഡംബര നൗകയ്ക്ക് നടന്റെ പേര് നൽകിയത് സംഗീത സംവിധായകൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പിന്തുണ അറിയിച്ച ലെവൽ ക്രോസ് എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിക്കിടെയായിരുന്നു നടന്റെ പ്രതികരണം. ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാന്റെ ഫോട്ടോ പതിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കി പാരീസിലെ ഗ്രെവിൻ മ്യൂസിയം. ഇതാദ്യമായിട്ടാണ് ഗ്രെവിൻ മ്യൂസിയം ഒരു ഇന്ത്യൻ താരത്തിന്റെ പേരിൽ സ്വർണ്ണ നാണയം പുറത്തിറക്കുന്നത്. ഓഗസ്റ്റ് 10-ന് ഷാരൂഖ് ഖാന് നാണയം കൈമാറും. മോഹൻലാൽ സംവിധാനം നിർവഹിക്കുന്ന ചിത്രം ബറോസിന്റെ ആനിമേറ്റഡ് സീരീസ് എത്തി. ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായാണ് ആനിമേറ്റഡ് സീരീസ് പുറത്തിറക്കിയത്. ബറോസ് നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് സീരീസ് പുറത്തുവിട്ടത്. ബറോസ് ആൻഡ് വൂഡു സീരീസിന്റെ സംവിധാനം ആനിമേറ്ററായ സുനിൽ നമ്പുവാണ് നിർവഹിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ വന്നേ തീരുവെന്ന് നടി ശ്വേതാ മേനോൻ ന്യൂസ് മലയാളത്തോട്. നല്ലതെന്തെങ്കിലും സംഭവിക്കട്ടെ. മലയാള സിനിമയിൽ എന്ത് മാറ്റമാണ് വരേണ്ടതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മലയാള സിനിമയിൽ നിന്ന് തനിക്ക് ഇതുവരെ ഒരു മോശം അനുഭവവും ഉണ്ടായിട്ടില്ലെന്നും ശ്വേതാ മേനോൻ. രായൻ സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ 1.78 ലക്ഷം ടിക്കറ്റുകൾ വിറ്റതായി ബുക്ക് മൈ ഷോ റിപ്പോർട്ട്. ധനുഷിന്റെ 50ാം ചിത്രമായ രായൻ തിയേറ്ററുകളിലെത്തും. ധനുഷിനൊപ്പം നിത്യ മേനൻ, കാളിദാസ്, ജയറാം, സുദീപ് കിഷൻ, തുഷാര വിജയൻ, അപർണ ബാലമുരളി, SJ സൂര്യ, പ്രകാശ് രാജ് തുടങ്ങിയ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലും എത്തുന്നു. മെഡിക്കൽ ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഷാജി കൈലാസ് ഒരുക്കുന്ന ഹൊറർ ത്രില്ലർ ചിത്രം ഹണ്ട് പ്രദർശനത്തിനെത്തുന്നു. ഭാവന, രാഹുൽ മാധവ്, ഡെയ്ൻ ഡേവിഡ്, അജ്മൽ അമീർ, അനു മോഹൻ, ചന്ദുനാഥ് എന്നിവർ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തും. ചിത്രം ഓഗസ്റ്റ് 9-ന് തിയേറ്ററുകളിലേക്ക്. ശിവ സംവിധാനം ചെയ്യുന്ന കങ്കുവയിൽ സൂര്യയും കാർത്തിയും ഒന്നിക്കുമെന്ന റിപ്പോർട്ട്. കൈദി 2-ലൂടെ ഇരുവരും ഒന്നിക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. എന്നാൽ കൈദിക്ക് മുന്നേ ഇരുവരെയും ഒന്നിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. കങ്കുവയുടെ ക്ലൈമാക്സിൽ 2ാം ഭാഗത്തേക്ക് നയിക്കുന്ന നിർണായക വേഷത്തിലാകും കാർത്തി എത്തുകയെന്നാണ് സൂചന. ഒക്ടോബർ 10-നാണ് കങ്കുവ റിലീസിനെത്തുന്നത്. കരുണാകരൻ സംവിധാനം ചെയ്യുന്ന മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. ഇന്ദ്രജിത്ത് സുകുമാരനും അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം ഹൈലൈൻ പിക്ചേഴ്സിന്റെ ബാനറിൽ പ്രകാശ് ഹൈലൈനാണ് നിർമ്മിക്കുന്നത്.
സഫ്രോൺ സംവിധാനം ചെയ്ത പൊറാട്ട് നാടകം പ്രദർശനത്തിനെത്തുന്നു. സംവിധായകൻ സിദ്ദിഖിന്റെ പ്രധാന സഹായിയായിരുന്നു നൌഷാദ് സഫ്രോൺ. സിദ്ദിഖിന്റെ 1ാം ചരമവാർഷിക ദിനമായ ഓഗസ്റ്റ് 9 റിലീസ്. സൈജു കുറുപ്പ്, രമേഷ് പിഷാരടി, ധർമ്മജൻ ബോൾഗാട്ടി, രാഹുൽ മാധവ്, ചിത്ര നായർ, ഐശ്വര്യ മിഥുൻ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ. തപ്സി പന്നു, വിക്രാന്ത് മാസി എന്നിവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം ഫിർ ഐ ഹസീൻ ദിൽറുബയുടെ ട്രെയിലർ പുറത്ത്. കോവിഡ് കാലത്തിറങ്ങി ഹിറ്റായ ഹസീൻ ദിൽറുബയുടെ 2ാം ഭാഗമാണ് ചിത്രം. ഓഗസ്റ്റ് 9 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. സണ്ണി കൗശൽ, ജിമ്മി ഷർഗിൽ എന്നിവർ ചിത്രത്തിൽ പുതിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും.